വെൽക്കം ബാക്ക് ടു ചാനൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറത്തും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് മഞ്ഞപ്പിത്ത രോഗം പടർന്നു പിടിക്കുന്നതായിട്ട് ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് ഇപ്പം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾ ചികിത്സയിലാണ്. 2ഓ 3ഓ മരണവും സംഭവിച്ചിട്ടുണ്ട്. വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു രോഗമാണ് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്നും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും തുടക്കത്തിലെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും നമുക്കിത് വരാതെ തടയാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് കരളിലെ നീർക്കെട്ടിനെയാണ് അതായത് ലിവറിൻ്റെ ഇൻഫ്ലമേഷൻ, കരളിലെ നീർക്കെട്ടിനെയാണ് നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് പല കാരണങ്ങൾ കൊണ്ട് വരാം. ചിലപ്പോൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകും, ചില ഡ്രഗ്സ് ഒക്കെ കാരണം ഹെപ്പറ്റൈറ്റിസ് വരാം. അതിൽ ഒരു കാരണമാണ് വൈറസുകൾ കാരണമുള്ള ഹെപ്പറ്റൈറ്റിസിനെ നമ്മൾ പലതായിട്ട് ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ABCDE എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഹെപ്പറ്റൈറ്റിസ് എ ആണ് ഇപ്പോൾ കേരളത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, എങ്ങനെയാണ് പടരുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം. ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ബി ഉണ്ട്, CDE ഉണ്ട്. എയും ഇയുമാണ് നമ്മൾ മലിനമായ ജലത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരുന്നത്. അതായത് ആ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ ആഹാരമോ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് വരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത്. പക്ഷേ ബിയോ സിയോ ഒക്കെ ആണെങ്കിൽ അത് കുറച്ചുകൂടി ബോഡി ഫ്ലൂയിഡ്സ് വഴിയാണ് പകരുന്നത്. അതായത് നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുടെ രക്തം കുത്തിവെക്കുന്നതിലൂടെ അല്ലെങ്കിൽ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ ഒക്കെ പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ. അപ്പം നമ്മൾ പറഞ്ഞു എ ആണ് ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നതും മലിനമായിട്ടുള്ള വെള്ളവും ആഹാരവുമാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ, തുടക്കത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം കാണുന്നത് വിശപ്പില്ലായ്മയായിരിക്കും. ആഹാരം കാണുമ്പോൾ അത് കഴിക്കാൻ പറ്റാതെ വരിക. ഈ വിശപ്പില്ലായ്മ പിന്നീട് ഓക്കാനം ഛർദിയിലേക്കൊക്കെ പോകാം, പനി ഉണ്ടാകാം, വയറുവേദനയുണ്ട്. അതുപോലെ കണ്ണിൽ മഞ്ഞ നിറം, നമ്മൾ മഞ്ഞപ്പിത്തത്തിൽ കാണുന്ന പോലെ കണ്ണിൽ മഞ്ഞ നിറം, സ്കിന്നിലൊക്കെ മഞ്ഞ നിറം വരാം. മൂത്രം നല്ല മഞ്ഞ കളറിലായിരിക്കും പോകുന്നത്. ഛർദിലും വയറിളക്കവും ക്രമേണ കൂടി വരികയും അത് പിന്നീട് നിർജ്ജലീകരണത്തിലേക്ക് പോകാം. അപ്പോൾ നിർജ്ജലീകരണത്തിൻ്റെ സ്റ്റേറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത് അഡ്വാൻസ്ഡ് സ്റ്റേറ്റായി. അപ്പോൾ അത് കുറച്ചുകൂടെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റേറ്റാണ്. നിർജ്ജലീകരണം കൂടിക്കഴിഞ്ഞാൽ അത് വലിയ കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകാം. ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് മലിനമായ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ചൂട് കാലമായതുകൊണ്ട് തന്നെ നമുക്ക് തണുത്ത ആഹാരവും വെള്ളമൊക്കെ കുടിക്കാനായിട്ടൊരു ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കടകളിൽ നിന്ന് ലഭിക്കുന്ന ജ്യൂസൊക്കെ ധാരാളമായിട്ട് വാങ്ങിച്ചു കുടിക്കും. അവർ നല്ല തണുത്ത വെള്ളമായിരിക്കും കുടിക്കുന്നത്. അപ്പോൾ ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണെന്നോ അല്ലെങ്കിൽ ഈ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കിയിരിക്കുന്ന വെള്ളം അത് ഏതാണെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അല്ലെങ്കിൽ അവിടെ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം വൃത്തിയുള്ളതാണെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതുപോലെ തന്നെ കടകളിൽ തുറന്നു വച്ചിരിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ, അപ്പോൾ തുറന്നു വച്ചിരിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി പാസ് ചെയ്യുന്ന മലമൂത്ര വിസർജനം നടത്തുമല്ലോ, അപ്പോൾ അവരുടെ സെക്രീഷൻസിൽ പോയി വന്നിരിക്കുന്ന ഈച്ച ഈ തുറന്നു വച്ചിരിക്കുന്ന ആഹാരപദാർത്ഥങ്ങളിൽ വന്നിരുന്നിട്ട് അങ്ങനെയും നമുക്ക് ഈ ഇൻഫെക്ഷൻസ് കിട്ടാം. ഇനി ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് വന്ന ആൾക്കാരിൽ ലക്ഷണങ്ങൾ കാണിക്കാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ അവരറിയണം എന്നില്ല. അങ്ങനെയുള്ള ആളുകൾ പാകം ചെയ്യുന്ന ആഹാരം കഴിക്കുന്ന വഴി നമുക്ക് ഈ ഇൻഫെക്ഷൻ കിട്ടാം. ഇങ്ങനെയൊക്കെയാണ് ഈ രോഗം പകരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇനി നമ്മൾ അങ്ങനെ രോഗം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നമ്മളെ ബ്ലഡിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബിലിറൂബിൻ്റെ അളവ് കൂടി നിൽക്കും. നോർമൽ റേഞ്ച് 1.2 ആയിട്ടുള്ള ബിലിറൂബിൻ 3ഓ 4ഓ വരെയൊക്കെ ഉയർന്നു പോകാം. അതുപോലെ SGOT SGPT എന്ന് പറയുന്ന ലിവർ എൻസൈംസ് അതൊരു 200-ന് മുകളിലേക്ക് പോകാം. 300-400 റേഞ്ചിലേക്കൊക്കെ പോകുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസിനെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. യാതൊരു കാരണവശാലും സ്വയം ചികിത്സ പാടില്ല. കാരണം എന്ന് പറയുന്നത് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖമാണ്. പക്ഷേ ഇത് നമ്മൾ വേണ്ട ശ്രദ്ധ കൊടുക്കാതെ ഇട്ടിരുന്നാൽ ഇത് പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് ലിവറിൽ ഫൈബ്രോസിസ് അതുപോലെ സിറോസിസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസിലേക്ക് പോകാം. ഫൈബ്രോസിസ് സിറോസിസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ലിവറിനെ പഴയ ഒരു രീതിയിലേക്ക് ഹെൽത്തി ആയിട്ടുള്ള ലിവറിനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
അതുകൊണ്ട് എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ കൃത്യമായി ചികിത്സിക്കുക. പ്രത്യേകിച്ച് മറ്റ് ഇൻഫെക്ഷൻസോ അസുഖങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒട്ടും താമസിക്കാതെ വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇപ്പം സിറോസിസോ അങ്ങനെ ഫാറ്റി ലിവർ അങ്ങനെ എന്തെങ്കിലും ലിവറിൻ്റെ അസുഖങ്ങളുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളായാലും കുടിക്കുന്ന വെള്ളമായാലും വൃത്തിയോടെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് വെള്ളം കുടിക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. തിളപ്പിച്ചാറിയെന്ന് പറയുമ്പോൾ മിനിമം ഒരു 3 മിനിറ്റ് നേരമെങ്കിലും തിളപ്പിച്ചതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക. അതുപോലെ നമ്മൾ മലമൂത്ര വിസർജനം നടത്തിയതിന് ശേഷം ശുചിമുറി ഉപയോഗിച്ചതിന് ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ആഹാരം കഴിക്കുന്നതിന് മുന്നേയും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ആഹാരം കഴിക്കുക. രോഗികളുമായിട്ട് സമ്പർക്കം ഉണ്ടാകുന്നത് ഒഴിവാക്കുക. ഇപ്പോൾ ആർക്കെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവർ സ്വയം ഐസൊലേറ്റഡ് ആവുക. മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കങ്ങൾ ഒഴിവാക്കുക. തണുത്ത ഭക്ഷണ സാധനങ്ങൾ പരമാവധി കഴിക്കാതിരിക്കുക. നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുന്നേ കഴിച്ചതിന് ശേഷമൊക്കെ പാലിക്കേണ്ട വ്യക്തി ശുചിത്വം കൃത്യമായി പാലിക്കുന്നത് തന്നെയാണ് ഈ ഹെപ്പറ്റൈറ്റിസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് വരികയാണെങ്കിൽ ചിലപ്പോൾ അത് 1 മാസം വരെ ഇതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണിച്ചെന്ന് വരത്തില്ല. അതായത് ഒരു 2 to 6 വീക്സ് ആണ് ഈ വൈറസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിന് ശേഷമായിരിക്കും ചിലപ്പോൾ ലക്ഷണങ്ങൾ കാണിക്കുന്നത്, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. പക്ഷേ കുട്ടികളുമായിട്ട് ഇടപഴകുന്നവരിലേക്ക് കുട്ടികൾക്കത് സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിന് മുന്നായിട്ട് ഈ പറഞ്ഞ പോലെ ശുചിത്വം പാലിക്കുകയാണെങ്കിൽ നമുക്കിത് ഒരു പരിധിവരെ ഹെപ്പറ്റൈറ്റിസിനെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് വന്നവർ അവരുടെ ആഹാര കാര്യങ്ങളിലും കൂടെ ശ്രദ്ധിക്കുക. പ്രോട്ടീൻ അടങ്ങിയ ആഹാര സാധനങ്ങൾ കഴിക്കുക. അത് ലിവറിൻ്റെ ഒരു റിപ്പയർമെൻറ്റിന് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ധാരാളമായിട്ട് പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക. അത് കഴിക്കുമ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം, റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ജ്യൂസ് അടിച്ച് കഴിക്കാതെ ഫ്രൂട്ട്സായിട്ട് തന്നെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് നമ്മളിപ്പോൾ ഇൻഫെക്ഷൻ വന്നവരാണെങ്കിലും അല്ലെങ്കിലും അത് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴിക്കുമ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക. പച്ചക്കറികൾ വേവിച്ച് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ലക്ഷണങ്ങൾ കണ്ടാൽ കൃത്യമായ ചികിത്സ എടുക്കുക. ഡോക്ടർമാർ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കുക. കാരണം നമ്മളുടെ ഒരു അശ്രദ്ധ മറ്റുള്ള ഒരാളെ ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് റെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസിനെതിരെ നമ്മൾ എടുക്കേണ്ട ഒരു ജാഗ്രത, എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ് പറഞ്ഞതൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അസുഖം വരാതെ നോക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അസുഖം നമ്മളിൽ നിന്ന് സ്പ്രെഡ് ആകാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക.